സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഹൊരേഗല്ലു എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് ഈ ഒരു ലെസണിലൂടെ നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ ലിറ്റിൽ വില്ലേജ്. അപ്പോൾ ചൂടുള്ള വേനൽക്കാലം എന്നെ എന്താ ഓർമ്മിപ്പിച്ചു? എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിച്ചു. ഞാനൊരു ചെറിയ ഒരു ഗ്രാമത്തിലായിരുന്നു ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. അപ്പോൾ അവിടെയുള്ള ഒരു കുട്ടിക്കാലത്തെയാണ് ഈ ഒരു ചൂടുള്ള വേനൽക്കാലം എന്നെ ഓർമ്മപ്പെടുത്തിയത്. ദർ വാസ് എ ലാർജ് ബാനിയൻ ട്രീ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ് ആൻഡ് ഐ വുഡ് സ്പെൻഡ് മെനി അവേഴ്സ് പ്ലേയിങ് അണ്ടർ ഇറ്റ് ഡ്യൂറിങ് മൈ ഹോളിഡേയ്സ്. അപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ ഒരു വലിയ ഒരു ലാർജ് ബാനിയൻ ട്രീ ഉണ്ടായിരുന്നു. ബാനിയൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമരം അല്ലെങ്കിൽ പേരാൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഒരു പേരാൽമരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ആൽമരം ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? ആ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്ക് തന്നെ, സെൻട്രലായിട്ട്. ആൻഡ് ഐ വുഡ് സ്പെൻഡ് മെനി അവേഴ്സ് പ്ലേയിങ് അണ്ടർ ഇറ്റ് ഡ്യൂറിങ് മൈ ഹോളിഡേയ്സ്. ഞാൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? എൻ്റെ ഹോളിഡേയ്സിൽ അല്ലെങ്കിൽ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ, അവധിക്കാലത്ത് ഞാൻ ഒരുപാട് സമയങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ ആ ആലിൻ്റെ ചുവട്ടിൽ കളിക്കാറുണ്ടായിരുന്നു. ദ ട്രീ വാസ് ലൈക്ക് എ മാസീവ് അംബ്രല്ല വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ് പ്രൊവൈഡിങ് മച്ച് നീഡഡ് ഷെയ്ഡ് ആൻഡ് സക്കർ. അപ്പോൾ എന്താ ചെയ്തിരുന്നത്? ആ മരം എന്ന് പറയുന്ന ആ ഒരു പേരാൽ മരം എന്ന് പറയുന്നത് വലിയൊരു കൊട പോലെയായിരുന്നു. ഒരു മാസീവ് അംബ്രല്ല, ഭയങ്കര വലിയൊരു കൊട പോലെയായിരുന്നു. നമുക്ക് ആ പിക്ചർ നോക്കി കാണാനായിട്ട് പറ്റും. വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ് പ്രൊവൈഡിങ്, അതുപോലെ തന്നെ അതിൻ്റെ ശാഖകൾ, അതിൻ്റെ കൊമ്പുകളൊക്കെ എന്താണ്, അത്യാവശ്യത്തിന് തണലും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ അത് നൽകിയിരുന്നു. Travelers spend some time sitting under it and catching their breath ബിഫോർ ഗോയിങ് ഓൺ ദെയർ വേ. ഓക്കെ, അപ്പോൾ ഈ ട്രാവലേഴ്സ്, യാത്രക്കാരെന്ത് ചെയ്യും? യാത്രക്കാർ സ്പെൻഡ് സം ടൈം സിറ്റിംഗ് അണ്ടർ ഇറ്റ്, കുറച്ച് നേരം ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്കുകയും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള നല്ല ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ എടുക്കുകയും ചെയ്യും. ഓക്കെ, ടു മേക്ക് ദം കംഫർട്ടബിൾ ദർ വാസ് എ ഹൊരഗല്ലു അണ്ടർ ദ ട്രീ. അങ്ങനെ അവർക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആവാനായിട്ട്, അവർക്ക് കുറച്ചും കൂടി ഒരു ഇരിക്കാനൊക്കെ ആയിട്ട് എന്തുകൂടി ഉണ്ടായിരുന്നു? അവിടെ ഒരു ഹൊരേഗല്ലു കൂടി ഉണ്ടായിരുന്നു. ഹൊരേഗല്ലു എന്ന് പറയുന്നത് എന്താണെന്നോട് പറയുന്നുണ്ട്. ഹൊരേഗല്ലു ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയ്റ്റ്. അപ്പോൾ ഭാരം താങ്ങാൻ പറ്റുന്ന ഒരു കല്ലിനെയാണ് നമ്മൾ ഹൊരേഗല്ലു എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ് ഹൊറിസോണ്ടലി ഓവർ ടു വെർട്ടിക്കൽ വൺസ്. അപ്പോൾ എന്താണ്, രണ്ട് കുത്തനെയുള്ള കല്ലിൻ്റെ മേലെയായിട്ട് ഒരു നല്ല ഇങ്ങനെ ഒരു നീളമുള്ളൊരു കല്ല് വെച്ചിട്ടുള്ളതിനെയാണ് ഹൊരേഗല്ലു എന്ന് പറയുന്നത്. Okay, and thus making a stone bench on which anyone could sit and rest a while, chat with a fellow traveler and exchange news of the road. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, ക്ഷീണിച്ച് വരുന്ന ആളുകൾക്ക് അവിടെ ഇരിക്കാനും, ഒന്നിൽ കൂടുതൽ ആളുകൾക്കൊക്കെ അവിടെ ഇരിക്കാനും പറ്റും. അതുപോലെ തന്നെ ആ നാട്ടിലുള്ള അല്ലെങ്കിൽ ആ യാത്രയിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ടും പറ്റും. Cool water would kept in earthen pots near the bench and people could quench their thirst before starting their journey again. അപ്പോൾ അവിടെ നല്ല തണുത്ത വെള്ളം വെച്ചിട്ടുണ്ടാവും. ഈ മൺകുടത്തിൽ നിറയെ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ടായിരിക്കും. തണുത്ത വെള്ളം വെക്കുന്നതല്ല, മൺകുടത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ആളുകൾക്ക്, ഈ യാത്രക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ദാഹം ശമിപ്പിക്കാൻ പറ്റും. ക്വഞ്ച് മീൻസ് ശമിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ക്വഞ്ചിങ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. മിനറൽ വാട്ടറിന് നമ്മൾ ക്വഞ്ചിങ് വാട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ചില കുപ്പിമേലൊക്കെ. ഓക്കെ, ബോട്ടിൽ മേലൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു? അപ്പോൾ ഈ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയും ഈ മൺകുടത്തിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയും അവരുടെ ദാഹം അകറ്റുകയും വീണ്ടും അവർ യാത്ര തുടങ്ങുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഐ എം ഷുവർ സിമിലർ സിമ്പിൾ അറേഞ്ച്മെൻറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ വില്ലേജസ് ഓൾ ഓവർ ദ കൺട്രി. അപ്പോൾ രാജ്യം മുഴുവനും ഇത്തരത്തിലുള്ള ഒരു ചെറിയ സെറ്റപ്പ് കാണാനായിട്ട് സാധിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. The Horegallu in our village holds special memories for me as it is inextricably linked with my grandfather. അപ്പോൾ എൻ്റെ ഗ്രാമത്തിലുള്ള ഹൊരേഗല്ലു എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്താറുണ്ട്. കാരണം എൻ്റെ മുത്തച്ഛനുമായിട്ട് അത് വളരെയധികം ഒരു ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നായിരുന്നു ഈ പറയുന്ന ഹൊരേഗല്ലു, എൻ്റെ ഗ്രാമത്തിലുണ്ടായിരുന്ന ഹൊരേഗല്ലു. ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. അപ്പോൾ എൻ്റെ മുത്തച്ഛൻ എന്ന് പറയുന്നത് ഒരു റിട്ടയർ ആയിട്ടുള്ള സ്കൂൾ ടീച്ചറായിരുന്നു, അധ്യാപകനായിരുന്നു. ആൻഡ് വുഡ് സ്പെൻഡ് അവേഴ്സ് എവറി ഡേ സിറ്റിംഗ് അണ്ടർ ദ ബാനിയൻ ട്രീ ആൻഡ് ടോക്കിംഗ് ടു ദോസ് റെസ്റ്റിംഗ് ദർ. അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? എൻ്റെ മുത്തച്ഛൻ ഒരുപാട് സമയം ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയും അല്ലെങ്കിൽ ഈ ഹൊരേഗല്ലുവിൻ്റെ അടുത്തിരിക്കുകയും ഒരുപാട് ആളുകളുമായിട്ട്, ഒരുപാട് യാത്രക്കാരോട് റെസ്റ്റ് ചെയ്യാനായിട്ട് വരുമല്ലോ, അപ്പോൾ അവരായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. When I would get tired of playing, I would sit next to him and observe the people he was speaking to and listen to their talk.
കോൺവെർസേഷൻസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ടയേർഡായി കഴിഞ്ഞാൽ അവരുടെ കൂടെ വന്നിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മുത്തച്ഛൻ്റെ കൂടെ വന്നിരിക്കും. പിന്നെ മുത്തച്ഛൻ എന്തൊക്കെയാണ് ഇവരായിട്ട് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ളതൊക്കെ ഇരുന്ന് കേൾക്കും, അവരുടെ കോൺവെർസേഷനൊക്കെ ഇരുന്ന് കേൾക്കും. മോസ്റ്റ് ഓഫ് ദം വെർ വില്ലേജേഴ്സ് ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ദെയർ വർക്ക് ഇൻ ദ ഫീൽഡ് നിയർ ബൈ. അപ്പോൾ മിക്കവാറും അവിടെ വരുന്ന ആളുകൾ എന്താണ്, ഗ്രാമത്തിലുള്ള ആളുകൾ തന്നെയാണ്. അവർ ഈ കൃഷിപ്പണിയൊക്കെ പാടത്ത് പണിയെടുക്കുന്ന ഗ്രാമത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അവർ വന്നിട്ട് അവർക്ക് ഇത്തിരി ടയേർഡ് ആവുന്ന സമയത്താണ് അവർ ഈ പറയുന്ന ആൽമരത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ഹൊറേഗലിൻ്റെ അടുത്തേക്ക് വരുന്നത്. ദേ ഹാഡ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസസ് ഈച്ച് ഡേ ക്യാരിങ് ഹെവി ബേർഡൻ ഓൺ ദെയർ ഹെഡ്സ്. അപ്പോൾ ഈ കൃഷിക്കാർ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ പറയുന്ന സാധനങ്ങളും ചുമന്നുകൊണ്ട് പോകണം. സാധനങ്ങൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ കൃഷി ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ കൃഷിയുടെ നെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ചുമന്നുകൊണ്ട് പോകണം. അപ്പോൾ ആ സമയത്ത് tired out by the heat, they would drink the cool water, wash their faces with it and chat with grandfather. ആ സമയത്ത് എന്ത് ചെയ്യും, ഒന്ന് റീഫ്രഷ് ആവാനായിട്ട് അവിടെ ആ മൺകൂജയിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ മൺകലത്തിൽ വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ ആ വെയിറ്റൊക്കെ കുറച്ച് നേരം ഒന്ന് ഇറക്കി വെക്കുകയും അതിനുശേഷം മുത്തച്ഛനുമായിട്ട് ഗ്രാൻഡ് ഇത്തിരി നേരം സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അവർ തിരിച്ചു പോകാറ്. ദെയർ കോൺവെർസേഷൻ വുഡ് ബി അബൌട്ട് ദെയർ ഡെയിലി ലൈവ്സ് ആൻഡ് വറിയേഴ്സ്. അപ്പോൾ അവരുടെ സംസാരം എന്ന് പറയുന്നത്, അവർ സംസാരിക്കാറുള്ളത് അവരുടെ നിത്യജീവിതത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് അവർ സാധാരണഗതിയിൽ മുത്തച്ഛനായിട്ട് സംസാരിക്കാറുള്ളത്. മാസ്റ്റർ ജി, ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്. ഐ ഹാവ് നൗ സീൻ സച്ച് ഡ്രൈ വെദർ. Or, Master Ji, it is getting difficult for me to carry these large loads on my head. Thank God for this HOREGALLU. I wish my son would help, but he only wants to go to the city. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവർ പറയുന്നത്? അപ്പോൾ ഒരു വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ്, മാസ്റ്റർ ജി, അതായത് മുത്തച്ഛനെ വിളിക്കുന്നതാണ് മാസ്റ്റർ ജി. മാസ്റ്റർ ജി എന്ന് വിളിക്കാൻ കാരണം എന്താ, നമ്മുടെ മുത്തച്ഛൻ എന്ന് പറയുന്നത് അധ്യാപകനായിരുന്നു, റിട്ടയർഡ് അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ ജി, മാഷ എന്നൊക്കെ പറയില്ലേ നമ്മൾ മലയാളത്തിൽ, അതേപോലെ തന്നെ ഈ സമ്മർ, ഈ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇത്തരത്തിൽ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു വെതർ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ചിലർ പറയുന്നത് എന്താണ്, ഇത്രയും ഭാരം താങ്ങിയിട്ട് എനിക്ക് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഭാഗ്യത്തിന് ഈ ഹൊറേഗല്ലു ഇവിടെ ഉണ്ടായിരുന്നു. താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊറേഗല്ലു. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ ഭാരം ഇറക്കി വെക്കാനും കുറച്ച് ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ്. എൻ്റെ ഒരു മോനുണ്ട്, എൻ്റെ മോന് എന്നെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവനിക്ക് എന്താ താല്പര്യം, അവന് ഇതുപോലെ തന്നെ നഗരത്തിൽ പോകാനാണ് അവന് താല്പര്യം എന്ന് പറയുന്നു. ദേ സ്പോക്ക് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ദേ ലിവ്ഡ് വിത്ത്. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് ഓൺലി ലിസൺ ടു ദം, ബട്ട് ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം സീംഡ് ടു റിഫ്രഷ് ദം ഫോർ ദ ജേർണി. അങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ, അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അവർ മുത്തച്ഛനുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ മുത്തച്ഛൻ എന്തുമാത്രമേ ചെയ്യുള്ളൂ, ഇവർ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. എങ്കിൽ കൂടി ഈ പറയുന്ന ആളുകളുടെ മൈൻഡ് റിഫ്രഷ് ആവുകയും അവർക്ക് ഒരു പുതിയൊരു എനർജി കിട്ടിയ പോലെ തന്നെ വീണ്ടും അവർ യാത്ര തുടങ്ങുകയൊക്കെ ചെയ്യും. After some time, they would pick up their burdens with some ease and go on their way. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മുത്തച്ഛനായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അവർ റിഫ്രഷായി അവർ സിമ്പിളായിട്ട് എന്നിട്ട് എന്ത് ചെയ്യും, ആ ലോഡും ഒക്കെ താങ്ങിയിട്ട് വീട്ടിൽ പോകും. The HOREGALLU was an important feature in their lives, and as a child I would often not understand why they blessed it so often for being there. After all, it was only a stone bench. Okay, അപ്പോൾ ഈ ഹൊറേഗല്ലു എന്ന് പറയുന്ന സംഭവം വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ദെയർ ലൈവ്സ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു നാഴികക്കല്ല്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വലിയൊരു ഘടകം തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നയുള്ള ഒരുപാട് ഭാരം വഹിച്ചു കൊണ്ട് പോകുന്ന ആളുകളാണ്. സോ ഒരു റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു സംഭവം ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ആസ് എ ചൈൽഡ് ഐ വുഡ് ഓഫൻ നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ. അപ്പോൾ പക്ഷേ ഒരു കുട്ടി എന്ന നിലയ്ക്ക് എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല, ഇവരെന്തിനാണ് ഇപ്പോൾ ഇത്രയും ഈ ഒരു കല്ലിനെ ഇത്ര സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്രയും ആരാധിച്ചിട്ട് ഇത്ര വലിയ കാര്യമായിട്ട് എന്തിനാണ് ഇപ്പോൾ ഈ കല്ലിനെ കുറിച്ച് പറയുന്നത് എന്ന് ഞാൻ ചെറുപ്പത്തിൽ ആലോചിക്കാറുണ്ടായിരുന്നു. ഇതൊരു വെറൊരു ബെഞ്ചല്ലേ എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ ഹൂ ടോൾ മീ, ചൈൽഡ്, ദ ഹൊറേഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേണി. അപ്പം മുത്തച്ഛനാണ് എന്നോട് പറഞ്ഞത്, മോനെ, ഈ ഹൊറേഗല്ലു എന്ന് പറയുന്ന സംഭവം ഒരു ആളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ യാത്രയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വി ഓൾ ക്യാരി അവർ ബേർഡൻസ് അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഭാരങ്ങളും ചുമന്നുകൊണ്ടാണ് ദിനം പ്രതി നടന്നു പോകുന്നത്. Okay, but every once in a while we need to stop, put down that burden and rest. ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഭാരം താങ്ങാൻ കഴിയാതെ വരും. ആ സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം, യാത്ര തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ട് ആ ഭാരം ഇറക്കി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാനായിട്ട് പറ്റും, നമ്മളിപ്പോൾ
കുറച്ച് അകലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരുന്നിരിക്കുക, കുടത്തിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ ഒക്കെ വെള്ളം കൊണ്ടുവരുന്നിരിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഇതും എടുത്ത് നടന്നതിന് ശേഷം കുറച്ച് നേരം അവിടെ വയ്ക്കും, കാരണം നമുക്ക് താങ്ങാനായിട്ട് പറ്റില്ല. അത് സയൻസിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സയൻസിൽ പറയുന്നത് അതിനെ മസിലിൻ്റെ ഫാറ്റിക് എന്ന് പറയുന്ന സംഭവമാണ്. അത് അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അത് ലാക്റ്റിക് ആസിഡ് അടിഞ്ഞു കൂടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് സയൻസിലൊക്കെ പഠിക്കാനായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് വിടുക. അപ്പോൾ നമുക്കിവിടെ പറയുന്നത്, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു റിലാക്സ് ചെയ്യാനായിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയും നമ്മുടെ ആ ഭാരം ഇറക്കി വയ്ക്കുകയും ചെയ്യേണ്ടി വരും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു റീഫ്രഷ് ആയ പോലെ വീണ്ടും നമുക്ക് ആ ഭാരം എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കും. ഓൺലി ദെൻ ക്യാൻ വി ബി റിഫ്രഷ്ഡ് ഇനഫ് ടു പിക്ക് അപ്പ് ദ ലോഡ് വൺസ് മോർ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ലോഡ് വീണ്ടും എടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കണം ഈ കുടം അല്ലെങ്കിൽ ഈ ബക്കറ്റിൻ്റെ വെള്ളം ഞാൻ ഒരിക്കലും താഴെ വയ്ക്കാതെ കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ, നടക്കുന്ന കേസല്ല. കാരണം നമുക്ക് അറിയാൻ പറ്റും അത് എപ്പോഴെങ്കിലും ഒന്ന് നിലത്ത് വെക്കേണ്ടതായിട്ട് നമുക്ക് വരും. എങ്കിൽ മാത്രമേ നമുക്കത് റിഫ്രഷ് ആയിട്ട് വീണ്ടും എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ദ ഹൊറേഗല്ലു ഗീവ്സ് എവ്രി വൺ ദർ ഓപ്പർച്യൂണിറ്റി ടു ഡു സോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവം ചെയ്യാനായിട്ടാണ് ഈ ഹൊറേഗല്ലു നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ അറിയാം, എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ കാലൊക്കെ കടയും. അപ്പോൾ നമ്മൾ വിചാരിക്കും, പക്ഷേ ഇവിടെ ബസ് സ്റ്റോപ്പ് ഒന്നും ഇല്ലല്ലോ, ഷെഡൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് ചില സമയങ്ങളിലൊക്കെ. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ റീഗെയിൻ ദെയർ സ്ട്രെങ്ത്. അപ്പോൾ ഈ ഹൊറേഗല്ലു എന്താ ചെയ്യുന്നത്? ആളുകളുടെ ആ നഷ്ടപ്പെട്ട എനർജി റീഗെയിൻ ചെയ്യാനായിട്ടാണ് ഈ ഹൊറേഗല്ലു സഹായിക്കുന്നത്. Later on in life, I got to see something that reminded me of that stone bench once again. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വളർന്നു വലുതായി ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കല്ലിൻ്റെ ബെഞ്ചിനെ ഓർമ്മപ്പെടുത്തുന്നൊരു സംഭവം എൻ്റെ ലൈഫിലുണ്ടായി. ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. ഇപ്പോൾ മുംബൈ എന്ന് പറയുന്ന ബോംബെയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൺ ഓഫ് മൈ കൊളീഗ്സ് രത്ന വാസ് എ സീനിയർ ക്ലർക്ക്, മിഡിൽ ഏജ്ഡ് ആൻഡ് ഓൾവേസ് സ്മൈലിംഗ്. അപ്പോൾ എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, സീനിയർ ആയിട്ടുള്ള ഒരു ക്ലർക്ക് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്, കൊളീഗാണ്. കൊളീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹപ്രവർത്തക എന്നുള്ളതാണ് അർത്ഥം. രത്ന എന്ന് പറയുമ്പോൾ ലേഡി ആയിരിക്കും. മിഡിൽ ഏജ്ഡാണ്, ഒരു മധ്യവയസ്കയാണ്. ആൻഡ് ഓൾവേസ് സ്മൈലിംഗ്, നല്ല പുഞ്ചിരി ഉള്ള മുഖത്തോടു കൂടിയ ഒരു സ്ത്രീയാണ്. She had done her graduation and been working in the company for nearly 25 years. അപ്പോൾ അവർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 25ഓളം വർഷങ്ങളായിട്ട് ഈ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ വെൻറ്റ് അബൌട്ട് ഹെർ റിപ്പറ്റേറ്റീവ് മൗണ്ടൈൻ വർക്ക് വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ചില ജോലികളൊക്കെ, ചില ജോലികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലി ചെയ്യുന്ന ജോലി തന്നെയാണ്. ഇപ്പോൾ ഈ 25 വർഷമായിട്ട് ചെയ്യുന്ന സ്ഥിരം ജോലി തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടിയിട്ട് നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മുഖത്തോട് കൂടിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. Every day during the lunch hour, she would sit with some person in one of the rooms and they would have long chats. അപ്പോൾ എല്ലാ ദിവസവും ലഞ്ച് കഴിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ കൂടെ പോയിട്ട് ഈ രത്ന എന്ന് പറയുന്ന സ്ത്രീ ഇരിക്കുകയും അവരോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഐ വുഡ് ഓഫൻ വണ്ടർ വാട്ട് ദേ ടോക്ഡ് അബൌട്ട്. അപ്പോൾ എനിക്ക് ആകെ ആശ്ചര്യം തോന്നും, ഇവരെന്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന്. ഓക്കെ, വൺ ഡേ ഐ ഫൈനലി ആസ്ക്ഡ് ഹെർ, രത്ന, വാട്ട് ഡു യു ടോക്ക് വിത്ത് ഈച്ച് പേഴ്സൺ ഫോർ ദി ഓൾ ലഞ്ച് അവർ. അങ്ങനെ രത്നനോട് ചോദിച്ചു, രത്ന നിങ്ങൾ എന്താ സംസാരിക്കുന്നത് ലഞ്ച് അവറിൽ ഓരോരുത്തരോടായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, കുറേ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു. രത്ന സ്മൈൽ ആൻഡ് സെഡ് സിംപ്ലി, ദേ ഷെയർ ദെയർ ട്രബിൾസ് വിത്ത് മീ. അപ്പോൾ രത്ന പറഞ്ഞു, അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? ഡു യു ഓൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം? അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, നിങ്ങൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുകയാണ്, പക്ഷേ എങ്ങനെയാണ് നിങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഇത്രയും ആളുകൾക്കുള്ള മറുപടിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? അത്രയ്ക്ക് നിങ്ങളൊരു അല്ലെങ്കിൽ ഒരു സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൗൺസിലറൊക്കെ ആണോ എന്ന് ചോദിച്ചു. നോ, ഐ ഓൺലി ലിസൺ. അപ്പോൾ രത്ന മാം പറഞ്ഞു, എന്താണ്, ഇല്ല, ഞാൻ ജസ്റ്റ് കേൾക്കുക മാത്രം ചെയ്യുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. ഓക്കെ, അത് മാത്രം മതിയോ? ജസ്റ്റ് കേട്ടാൽ മതിയോ? അപ്പോൾ എങ്ങനെ ഈ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാം? ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലം. അപ്പോൾ പ്രോബ്ലമൊക്കെ സോൾവ് ആവുമോ എന്ന് ഞാൻ ചോദിച്ചു. I was young and incredulous at such a simplistic outlook, but Ratna answered with the same patience and affection which she must have used with all my colleagues. I'm not a trained counselor or an intellectual. No one can solve your problem. You have to do it yourself. അപ്പോൾ ഞാൻ വളരെ യങ്ങാണ് ആ സമയത്ത്. ഞാൻ വളരെ ആകാംക്ഷയോട് കൂടിയിട്ടൊക്കെ ഈ കാര്യം ചോദിച്ച സമയത്ത് വളരെ പക്വതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ വളരെ ക്ഷമയോട് കൂടിയിട്ട് അവർ പറഞ്ഞു, ഞാനൊരു ട്രെയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിനഡ് ആയിട്ടുള്ള കൗൺസിലറോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഇൻ്റലക്ച്വലോ ഒന്നുമല്ല, എനിക്ക് ഭയങ്കര ഞാനൊരു പണ്ഡിതയോ അങ്ങനെയൊന്നുമല്ല.
ആർക്കും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ആരാണ് ഈ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ സോൾവ് ചെയ്യണം. ഓക്കെ, ഒരാൾക്ക് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ തന്നെ സോൾവ് ചെയ്യണം. മറ്റൊരാൾക്ക് അയാളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഓക്കെ എന്ന് പറഞ്ഞു. ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം ബൈ ലിസ്ണിംഗ് ടു ദം? അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നത്? നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്തിനാണ് അവർ നിങ്ങളോട് സംസാരിക്കുകയും അതിൽ നിന്നൊരു സൊല്യൂഷൻ അവർക്ക് കണ്ടെത്താൻ പറ്റുന്നത് എങ്ങനെയാണ്? God has given me 2 ears to listen to others. അപ്പോൾ രത്ന പറഞ്ഞു എന്താണ്, ദൈവം എനിക്ക് 2 ചെവികൾ തന്നിട്ടുണ്ട്, 2 കാതുകൾ തന്നിട്ടുണ്ട് മറ്റുള്ളവരെ കേൾക്കാനായിട്ട്. I hear them out with sympathy and without any judgment. അപ്പം ഞാനത് വളരെ ക്ഷമയോട് കൂടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വളരെ സഹാനുഭൂതിയോട് കൂടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ഒരിക്കലും ഒരു ജഡ്ജ്മെൻറ്റ് ഞാൻ നടത്തുന്നില്ല, ഒരു മുൻവിധി, ഒരു പ്രീ ജഡ്ജ്മെൻറ്റ് അതൊന്നും നടത്തുന്നില്ല. ജസ്റ്റ് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും when a person in trouble or under a lot of strain finds an outlet for his worries, it relieves half his burden. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന സമയത്ത് അവരുടെ ഒരു പകുതി ഭാരം തന്നെ അവർ ഇറക്കി വെച്ചിട്ടുള്ളൊരു ഫീലാണ് അവർക്ക് തോന്നുന്നത്. I thought for some time and said, but don't you ever break the confidence and tell others the secrets you hear, even by mistake? അപ്പോൾ ഞാൻ ചോദിച്ചെന്താണ്, ഞാൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് ചോദിച്ചു, പക്ഷേ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് അങ്ങനെ പറയുകയാണെങ്കിലോ ബൈ ചാൻസ്, ഓക്കെ, അപ്പോൾ അത് അവരുടെ ഒരു കോൺഫിഡൻസ് തകരാൻ തന്നെ ഇടയാവില്ലേ? അപ്പോൾ അവർ ഇത്രയും വലിയ സീക്രട്ടൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളത് അറിയാതെ വേറെ വല്ലവരോട് പറയുകയാണെങ്കിലോ എന്ന് ചോദിച്ചു. നോട്ട് ഈവൻ മൈ ഡ്രീംസ്, ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. അപ്പോൾ രത്ന പറഞ്ഞു, ഒരിക്കലും ഞാനത് ചെയ്യില്ല. കാരണം മറ്റുള്ളവരുടെ സീക്രട്ട് വേറൊരാളോട് പറയുക എന്നുള്ളത് വളരെ ചീപ്പായിട്ടുള്ള ഒരു ചതിയാണ്, ഒരു വഞ്ചനയാണ്. ഞാൻ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ബിട്രയൽ ചെയ്യില്ല, ഒരു ചതി ഞാൻ ചെയ്യില്ല. ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എ ഗ്രേറ്റർ സിൻ ദാൻ ബിട്രയിങ് സം വൺസ് കോൺഫിഡൻസ്. അപ്പം മറ്റുള്ളവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ഏറ്റവും വലിയ ചതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാര്യം ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു. They tell me their worries because they know I will never talk about it or gossip about it to another person. മറ്റുള്ളവർ എന്നോട് വന്നിട്ട് അവരുടെ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും പറയുന്നത് അവർക്കൊരു വിശ്വാസം ഉണ്ട് എന്നിൽ. ഞാൻ മറ്റൊരാളോടും ഈ കാര്യങ്ങൾ തുറന്നു പറയില്ല, അല്ലെങ്കിൽ അവരുടെ സീക്രട്ട് ഞാൻ വേറൊരാളോട് ഡിസ്ക്ലോസ് ചെയ്യില്ല, അല്ലെങ്കിൽ റിവീൽ ചെയ്യില്ല, വെളിപ്പെടുത്തില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്കുള്ളതുകൊണ്ടാണ് അവർ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് എന്നോട് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഓൺലി വെൻ ദേ നോ ദെയർ വേർഡ്സ് ആർ സെക്യൂർ വിത്ത് മീ ക്യാൻ ദേ ടോക്ക് ടു മീ ഫ്രീലി. അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ, അതായത് അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ വളരെ സീക്രട്ടായി വെക്കും എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ അവരുടെ പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്യുള്ളൂ. ദിസ് വേ ഐ റിലീവ് ദ ബേർഡൻ ഫോർ എ ഷോർട്ട് വൈൽ ടിൽ ദേ ആർ റെഡി ടു പിക്ക് ദംസെൽസ് അപ്പ് ആൻഡ് ക്യാരി ഓൺ വിത്ത് ദെയർ ജേണി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൊറേഗല്ലുവിൻ്റെ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അവർ അവരുടെ ജീവിത വഴികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഒരു തൽക്കാലത്തേക്കെങ്കിലും ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ആ പ്രശ്നങ്ങളൊക്കെ തൽക്കാലത്തേക്കൊന്ന് ഇറക്കി വെക്കുകയും അതിനുശേഷം അവരുടെ ഒരു മൈൻഡൊക്കെ ഫ്രഷ് ആയതിനു ശേഷം ഒരു പുതിയ എനർജിയോട് കൂടിയിട്ട് വീണ്ടും ആ ബേർഡനും താങ്ങിയിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത്. Her words uncannily echoed my grandfather's sitting on the stone bench under the banyan tree. അപ്പോൾ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. ഇതേ സെയിം കാര്യം തന്നെയാണല്ലോ എൻ്റെ മുത്തച്ഛനും അന്ന് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹൊറേഗല്ലുവും ചെയ്തുകൊണ്ടിരുന്നത്. Perhaps in their own small ways, without access to great wealth, both these people were doing tremendous social service. ഒരു തരത്തിലുള്ള വരുമാനവും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം നേടാതെ തന്നെ ഇവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സോഷ്യൽ വർക്കർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസ് എന്ന് പറയാം. സാമൂഹിക പ്രതിബദ്ധതയുള്ള കുറേ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. സമൂഹ നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. കാരണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ജസ്റ്റ് കേട്ടാൽ തന്നെ അവരുടെ മിക്കവാറും ഒരുപാട് കാര്യങ്ങളൊക്കെ സോൾവായി പോകും, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സോൾവായി പോകും. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഒരു ആക്ടർ സൂയിസൈഡ് ചെയ്തൊരു കാര്യം, അദ്ദേഹത്തിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലാത്തതാണ് സുശാന്ത് എന്ന് പറയുന്ന ഒരു ഹിന്ദി ആക്ടറിനെ നമുക്ക് നഷ്ടമായത്. ഓക്കെ, അപ്പോൾ social service. No one thought of acknowledging their work or rewarding them for it, but they continued to do so as these acts of kindness gave them joy. അവർ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, എന്താ പറയുക, ഇത്രയും കാര്യം മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ വെറുതെ ഇങ്ങനെ കേട്ടിരുന്നിട്ട് ഇവർക്കൊന്നും കിട്ടാനില്ല.
എങ്കിൽ കൂടിയിട്ട് അവരിതൊക്കെ കേൾക്കുന്നത് അവർക്കൊരു സന്തോഷമാണ്. ഈ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്ന സമയത്ത് ഇവർക്കൊരു സന്തോഷമാണ്. കാരണം ഒരു ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും അവരുടെ പ്രശ്നങ്ങൾക്കൊരു ആശ്വാസം കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് നൽകാനായിട്ട് കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമാണ് ഈ കേൾക്കുന്നവർക്ക് ഉള്ളത്. If ever now I happen to pass a HOREGALLU in a village, I remember them and wish there were many more of them in the world. അപ്പോൾ എപ്പോഴൊക്കെ ഞാൻ ഈ HOREGALLU പാസ് ചെയ്ത് പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതേപോലെയുള്ള HOREGALLU നമ്മുടെ ലോകത്ത് തന്നെ പലയിടത്തും അത്യാവശ്യമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ HOREGALLU എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബേർഡൻ അല്ലെങ്കിൽ ഭാരം തൽക്കാലത്തേക്ക് ഇറക്കി വെക്കാനായിട്ടുള്ള ഒരു കല്ലിനെയാണ് നമ്മളിവിടെ HOREGALLU എന്ന് പറയുന്നത്. അത് ആ വ്യക്തികളുമായിട്ടും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം, ഇപ്പോൾ സമൂഹത്തിൽ ഒരുപാട് കൗൺസിലേഴ്സ് ഉണ്ട്. ഒരുപാട് പേര് പൈസയൊക്കെ മോഹിച്ചിട്ട് അല്ലെങ്കിൽ പൈസ റിവാർഡായിട്ട് കിട്ടും എന്നുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടും എന്നുള്ള രീതിയിൽ കൗൺസിലിംഗ് നടത്തുന്ന ഒരുപാട് പേരുണ്ട്. എങ്കിൽ കൂടിയിട്ട് ഒരു തരത്തിലുള്ള ഏണിങ്സോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെ, പ്രതീക്ഷിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യുന്ന ആളുകളും നമ്മൾക്കിടയിലുണ്ട്. ഇതിനെയാണ് നമ്മളിവിടെ HOREGALLU എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പറയില്ലേ, എന്താ പറയുക, സിമിലിയും അത് മെറ്റഫറൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ മെറ്റഫറിക്കലിയാണ് ഇവിടെ ഈ ഒരു കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. വ്യക്തികളെ, ഈ കൗൺസിലേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തികളെ HOREGALLUവിനോട് ഉപമിക്കുകയാണ് ഈ ഒരു പാഠഭാഗത്ത് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോയിട്ടില്ല. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഇതിൻ്റെ ഡയറക്റ്റ് ഒരു ട്രാൻസ്ലേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പാഠഭാഗം എന്താണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൊക്കാബുലറിയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും വീഡിയോ. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.